ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽ ലൈൻ സിസ്റ്റത്തിലെ മൊഡ്യൂൾ 2ൻ്റെ സൊല്യൂഷൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പാർട്ട് എയിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിറിച്ലെറ്റ് കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എല്ലാ അപീരിയോഡിക് ഫങ്ഷൻസിനും ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസിനെയാണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, എക്സ് ഓഫ് ടി ഈസ് ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ഓവർ ദ ഇൻ്റർവൽ -∞ to ∞. അതായത് ആ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂവിനെ -∞ to ∞ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എക്സ് ഓഫ് ടി ഇൻറ്റഗ്രൽ -∞ to ∞ mod x of t dt should be less than infinity. Second condition, x of t has a finite number of discontinuities in every finite time interval. അതായത് എന്താ, ഇതാണ് ഇപ്പോൾ നമുക്കൊരു ഈ സിഗ്നൽ റെക്ടാങ്കുലർ പൾസിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് കാണേണ്ടതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ സിഗ്നലിൻ്റെ കേസിൽ ഇവിടെ കണ്ടോ, മൈനസ് സിഗ്നൽ വാല്യൂന്ന് പ്ലസ് വാല്യൂയിലേക്ക് ഒരു ജമ്പ് ഇവിടെ നടന്നു. അതുപോലെ ഇവിടെ പ്ലസ് വാല്യൂന്ന് മൈനസ് വാല്യൂയിലേക്ക് ഒരു ജമ്പ് നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഫങ്ഷൻസിന് ഉണ്ടാവാം, പക്ഷേ അത് ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഓവർ ദ ഇൻ്റർവെൽ, ഫൈനൈറ്റ് ടൈം ഇൻ്റർവെൽ, ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് ഫൈനൈറ്റ് ആയിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവെൽ, ഇതൊരു ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ടൈം പീരീഡാണ് സ്ക്വയർ പൾസിൻ്റെ. ഇതല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് ഫൈനൈറ്റ് ആയിരിക്കണം, ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അതാണ് സെക്കൻഡ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ വരുന്ന സിഗ്നലിൻ്റെ മാക്സിമാസും മിനിമാസും ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് നമ്പറേ ഉണ്ടാവാൻ പാടുള്ളൂ. മാക്സിമം മിനിമം എല്ലാം ഫൈനൈറ്റ് ആയിരിക്കണം. ഇതാണ് 3 ഡിറിച്ലെറ്റ് കണ്ടീഷൻസ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നന്നായി ശ്രദ്ധിച്ചത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പാർസിവൽസ് തിയറം അപ്ലൈഡ് ടു ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസിലെ പാർസിവൽസ് തിയറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഒരു കോംപ്ലക്സ് സിഗ്നൽ x1 ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആണ് Cn. കോംപ്ലക്സ് സിഗ്നൽ x2 ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആണ് Dn. അങ്ങനെയാണെങ്കിൽ പാർസിവൽസ് റിലേഷൻ എങ്ങനെ വരും? 1/t ഇൻ്റഗ്രൽ t0 to t0 plus t x1 of t x2 conjugate of t dt equal to sigma n equal to -∞ to ∞ Cn dn conjugate. അതാണ് കോംപ്ലക്സ് സിഗ്നൽസിൻ്റെ കേസിലുള്ള പാർസിവൽസ് റിലേഷൻ. ഇനി വേറൊരു തിയറം ഉണ്ട്, പാർസിവൽസ് തിയറം തന്നെ. എങ്ങനെയാണെങ്കിൽ ഈ സിഗ്നൽ സെയിം ആണെങ്കിൽ, x1ഉം x2ഉം x ഓഫ് ടി തന്നെയാണെങ്കിൽ എങ്ങനെ വരും? 1/t ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് t0 to t0 plus t mod x of t the square dt equal to sigma n equal to -∞ to ∞ mod Cn the square. നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റിലേഷൻ, പാർസിവൽസ് റിലേഷൻ്റെ LHS കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 1/t ഇൻ്റഗ്രൽ t0 to t0 plus t x1 of t into x2 conjugate of t dt ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫോറിയർ സീരീസിൽ എങ്ങനെ എഴുതാം? സിഗ്മ n ഈക്വൽ ടു -∞ to ∞ Cn e⁻jn ω0t എന്ന് എഴുതാം. x2 കോൺജുഗേറ്റ് ഓഫ് ടീനെ അതുപോലെ എഴുതി. ഇനി നമ്മൾ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷനും സമ്മേഷനും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഇവിടെ ആദ്യം ഇൻ്റഗ്രേഷൻ പിന്നെ സമ്മേഷൻ, അത് ഇൻ്റർചേഞ്ച് ചെയ്ത് ആദ്യം സമ്മേഷൻ വന്നു, പിന്നെ ഇൻ്റഗ്രേഷൻ. ദെൻ ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു -∞ to ∞ Cn. ദെൻ ബാക്കി വരുന്ന ടേംസ് ഒക്കെ എടുത്ത് എഴുതി. 1/t ഇൻ്റഗ്രൽ t0 to t0 plus t
x2 കോഞ്ചുഗേറ്റ് ഓഫ് ടി ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി ഡി ടി. മനസ്സിലായില്ലേ? അതായത് ഓർഡർ ഇൻ്റഗ്രേഷനും സമ്മേഷനും ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ സമ്മേഷൻ സി എൻ എന്ന് പറയുന്ന ടേം ഔട്ട്സൈഡ് വന്നു, ബാക്കി വരുന്ന ടേംസ് എല്ലാം ക്ലബ് ചെയ്ത് എഴുതി. എന്നിട്ടോ അടുത്തതിൽ ഈ x2 കോഞ്ചുഗേറ്റ് ഓഫ് ടി ഉണ്ട്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റിനെ പുറത്തോട്ട് കൊണ്ടുവന്നു, ഓൾ റേസ് ടു കോഞ്ചുഗേറ്റ് എന്നാക്കി. അങ്ങനെ ആകുമ്പോൾ x2 കോഞ്ചുഗേറ്റ് ഓഫ് ടി x2 ഓഫ് ടി ആയിട്ട് മാറും. ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി വരും, ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ 0 ടി ആയിട്ട് മാറും. കോഞ്ചുഗേറ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് സൈൻ മൈനസ് സൈൻ ആയിട്ട് മാറും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 ഓഫ് ടിയുടെ ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി എൻ ആണ്, ഡി എൻ കോഞ്ചുഗേറ്റ്. അതാണ് പ്രൂഫ്. ഇൻ്റഗ്രൽ 1/t ഇൻ്റഗ്രൽ t0 to t0 plus t x1 of t x2 conjugate of t dt equal to sigma n equal to minus infinity to infinity cn dn conjugate. അപ്പോൾ പാർസിവൽസ് റിലേഷൻ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. പാർസിവൽസ് ഐഡൻറ്റിറ്റി എങ്ങനെയാണ്? സിഗ്നൽസ് എക്സ് ഓഫ് ടി തന്നെയാണ്, രണ്ട് സിഗ്നൽ ഒന്ന് തന്നെയാണ്, എക്സ് ഓഫ് ടി ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1/t integral over the limit t0 to t0 plus t x of t into x conjugate of t dt. That is equal to sigma n equal to minus infinity to infinity cn conjugate. അതാണ് വരിക. അതായത് എങ്ങനെ വരും? മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് ടി ആണ്. അതുപോലെ മോഡ് സി എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സി എൻ ഇൻറ്റു സി എൻ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ ഈ വാല്യൂ സി എൻ ഇൻറ്റു സി എൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? മോഡ് സി എൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ പ്രൂഫായി. ഇതാണ് പാർസിവൽസ് ഐഡൻറ്റിറ്റി. എളുപ്പമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഒന്നുമില്ല. ഫസ്റ്റത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. മറ്റേ കേസിൽ x1 x2 ആയിരുന്നു, അപ്പോൾ സി എൻ ഡി എൻ കോൺജുഗേറ്റ് ആണ്. ഇവിടെ എക്സ് കോൺജുഗേറ്റ് തന്നെയായിരുന്നു, അപ്പോൾ ഡി എന്നിന് പകരം സി എൻ വരും, സി എൻ കോൺജുഗേറ്റ്. സി എൻ ഇൻറ്റു സി എൻ കോൺജുഗേറ്റ് മോഡ് സി എൻ സ്ക്വയർ ആണ്, അപ്പോൾ അത് മോഡ് സി എൻ സ്ക്വയർ ആയിട്ട് മാറി. അതാണ് പാർസിവൽസ് ഐഡൻറ്റിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗയും ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നല് t0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് t0 സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോഡിഫൈഡ് ബൈ എ ലീനിയർ ഫേസ് ഷിഫ്റ്റ് ഓഫ് സ്ലോപ്പ് മൈനസ് ഒമേഗ t0. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് t0യുടെ ഫോറിയർ ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ t0 ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. t0 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഷിഫ്റ്റ് വന്നിരിക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് വരിക മൈനസ് ഒമേഗ t0ലോട്ട്. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് t0 എന്താണ്? ഇൻ്റഗ്രൽ ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് t0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇവിടെ ടി ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല, ഡി ടി. അതാണ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആണ്. ഓവർ ദി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ടി മൈനസ് t0നെ പി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി പ്ലസ് t0 വരും. ദെൻ ഡി ടി എന്ന് പറഞ്ഞാലോ ഡി പി, കാരണം t0 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിരിക്കും വരിക. അപ്പോൾ ഡി ടി ഈക്വൽ ടു ഡി പി. ഈ വാല്യൂസ് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് എന്ത് വരും? എക്സ് ഓഫ് ടി മൈനസ് t0 എന്നുള്ളത് എക്സ് ഓഫ് പി ആവും. ഇവിടെ ടി എന്നുള്ളത് പി പ്ലസ് t0 ആവും. അപ്പോൾ വിത്ത് ഡി ടി എന്നുള്ളത് ഡി പി ആവും. അപ്പോൾ ഇവിടെ t0 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ t0 എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ടേം ആണ്, വിത്ത് റെസ്പെക്ട് ടു പി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഔട്ട്സൈഡ് എടുക്കാം. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ t0 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി, ബാക്കി വരുന്ന ടേം എന്താ? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. ഇതെന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ തന്നെയല്ലേ ഇവിടെയും വന്നിട്ടുള്ളത്. ടിക്ക് പകരം പി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ പ്രൂഫായില്ലേ?
എക്സ് ഓഫ് ടീനെ ടി മൈനസ് ടി സീറോയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഫോറിയർ ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. ഇനി പ്ലസ് ടി സീറോ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ പ്ലസ് സൈൻ ഇ റേസ് ടു ജെ ഒമേഗ ടി സീറോ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Derive the electrical analogous elements corresponding to elements of mechanical translational system with a force voltage analogy. ഇതാണ് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം. ഈ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്, മാസ് ഉണ്ട്, ഫോഴ്സ്, ദെൻ ഡിസ്പ്ലേസ്മെന്റ്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ദെൻ വോൾട്ടേജ് വി ഓഫ് ടി, കറണ്ട് ഐ ഓഫ് ടി. ഓക്കെ, ഇത്രയും ടേംസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ ടേംസിലേക്ക് എങ്ങനെയാണ് കറസ്പോണ്ടിങ് ടേംസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. വിത്ത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ plus frictional coefficient dx by dt plus spring constant into x. That is equation number 1. In electrical systemത്തിലേക്ക് KVL Kirchhoff's voltage law apply ചെയ്ത voltage V equal to R into I plus L di by dt plus 1 by C integral I dt ആണ്. Kirchhoff's voltage law ആണ്. ഓരോ ടേം റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആർ, റെസിസ്റ്റൻസ് ഇൻറ്റു കറൻറ്റ്, ഇൻഡക്ടർ ആകുമ്പോൾ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, കപ്പാസിറ്റർ ആകുമ്പോൾ 1 by C ഇൻറ്റഗ്രൽ ഐ ഡി ടി. അത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അത് കറൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടേംസിൽ ഐ എല്ലാം ഡി ക്യൂ ബൈ ഡി ടി ആവും. ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് എൽ, ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ഡി ക്യൂ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി സ്ക്വയർ ക്യൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആവും, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ. ഇവിടെ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും വരും. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് ക്യൂ മാത്രം വരും. 1 by C ഇൻറ്റു ക്യൂ ഇൻറ്റഗ്രൽ ഐ എന്നാണ് ഇൻറ്റഗ്രൽ ഡി ബൈ ഡി ക്യൂ ഓഫ് ഡി ടി ഇൻറ്റു ഡി ടി. അതുകൊണ്ടാണ് അത് ക്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ 1ഉം 2ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനലോഗി കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തൊക്കെയാണ്? ഇവിടെ എം ആണ്, ഇവിടെ എൽ ആണ്. ദാറ്റ് ഈസ് മാസ് കറസ്പോണ്ട് ടു എന്താണ്? എൽ, ഇൻഡക്ടർ. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി ഡി ക്യൂ ബൈ ഡി ടി, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ബി, ബി ഇവിടെ ആർ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ്, അത് റെസിസ്റ്റൻസ്. കോൺസ്റ്റന്റ് ടേം എക്സ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കെ, ഇവിടെ ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് 1 by C. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ 1 by C. ഇവിടെ എക്സിന് പകരം ഇവിടെ ക്യൂ ആണ്, അപ്പോൾ ക്യൂവിന് കറസ്പോണ്ടിങ് എക്സ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ക്യൂ ആണ്. ഇതാണ് കറസ്പോണ്ടിങ് ടേംസ്. മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൻ്റെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയും കറസ്പോണ്ടിങ് ടേംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 1 ആണ്, പോസിറ്റീവ് സൈഡിൽ 1, ലെസ് ദാൻ 0 0 ആണ്. ദെൻ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ദാറ്റ് ഈസ് എന്ത് വരും? യു ഓഫ് ടി ഉള്ള കാരണം ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആവും. ദെൻ മൈനസ് ടി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇ റേസ് ടു മൈനസ് ഓഫ് 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡി ടി വരും. ഇൻറ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് മൈനസ് 1 പ്ലസ് ജെ ഒമേഗയാണ്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ ആ കോഎഫിഷ്യൻ്റ് മൈനസ് 1 പ്ലസ് ജെ ഒമേഗ അതുപോലെ എഴുതി. ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞത് ഇത് മൊത്തം അതുപോലെ എഴുതി. within the limit 0 to infinity. upper limit infinity കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാവും, അത് 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് 0, ഇ റേസ് ടു 0 1 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഉണ്ട്, പിന്നെ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ മൈനസ് സൈൻ ഇവിടെയുണ്ട്.
അത് ഇതും കൂടി മൈനസ് മൈനസ് പ്ലസ് ആവും. ഇതെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ജെ ഒമേഗ. ഓക്കെ, ഇതോടെ നമ്മുടെ പാർട്ട് എയിലെ മൊഡ്യൂൾ 2ൻ്റെ സൊല്യൂഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.